എല്ലാവർക്കും നമസ്കാരം. ഞാൻ കണ്ട പ്രമുഖൻ എന്ന എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ട പ്രമുഖരൻ പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമെല്ലാമായിരുന്ന ഗ്രേറ്റ് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചാണ്. കാരണം ഞാൻ ആദ്യം കാണുന്നത് 2013 ഡിസംബറിലാണ്. അച്ഛൻ്റെ ആക്സിഡൻറ്റിൽ മരിച്ചപ്പം ഞങ്ങൾക്കൊരു ചെറിയ കളക്ട്രേറ്റ് വഴി ഒരു ധനസഹായം കിട്ടും. അപ്പോൾ അത് ഒപ്പുവയ്ക്കണമെങ്കിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചാലേ ആ ഫണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ കാണണം നേരിട്ട്. അപ്പോൾ ഞാൻ ആദ്യം സെക്രട്ടേറിയറ്റിൽ പോയി, കണ്ടില്ല. പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അവൻ്റെ ഫ്രണ്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയുണ്ട്. നല്ല പന്തലൊക്കെ ഇട്ടിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളിങ്ങനെ അദ്ദേഹത്തെ കാണാൻ കാത്തു കെട്ടിയിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എല്ലാവർക്കും അദ്ദേഹത്തോട് പരാതികൾ പറയാനേ ഉള്ളൂ. എല്ലാ പരാതിയും അദ്ദേഹം കേൾക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുപാട് ഉദ്യോഗസ്ഥർ, പേഴ്സണൽ സ്റ്റാഫുകളും എല്ലാം ഉണ്ട്. അവർ നല്ലപോലെ പണിയെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു. സാറിൻ്റെ അടുത്തെത്തി. ഉമ്മൻചാണ്ടി സാറ് ഫയൽ നോക്കി ഒപ്പിട്ടു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അല്പം വൈകിപ്പോയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ വൈകിയെന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹം ഓക്കെ പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യ പുസ്തകം ഇറക്കാൻ വേണ്ടി നമ്മുടെ അതിൻ്റെ DTP വർക്കും കാര്യങ്ങളുമായിട്ടൊക്കെ തിരുവനന്തപുരത്ത് നിന്ന സമയത്ത് മുഖ്യമന്ത്രിയും വാഹന വ്യൂഹവും കടന്നു പോകും, സെക്രട്ടേറിയറ്റിനകത്തോട്ട് പോകുന്നത് കണ്ടു. അപ്പം ഇന്നത്തെ പോലെയല്ല, അന്ന് മുഖ്യമന്ത്രി നമുക്ക് ആർക്ക് പോയാലും ചെന്ന് കാണാൻ പറ്റും. അതായത് ഒരു ID പ്രൂഫും പിന്നെ അവിടെ ഒരു ആപ്ലിക്കേഷൻ തരും. അത് പൂരിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ചെന്ന് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ നേരെ അദ്ദേഹത്തെ എൻ്റെ ഒരു ഉദ്ദേശമുള്ളത് എൻ്റെ ഈ പുസ്തകത്തിനൊരു അവതാരിക അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. അങ്ങനെ നേരെ സെക്രട്ടറിൻ്റെ അകത്ത് ഞാൻ ID കാർഡൊക്കെ കാണിച്ചു, അകത്ത് കയറി. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ DTP എടുത്തതിൻ്റെ കോപ്പികളും ഒരു ഫയലും ഉണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം നോക്കുന്നു, അദ്ദേഹത്തെ കുറേ പേഴ്സണൽ സെക്രട്ടറിമാരുണ്ട്, പോലീസുകാരെല്ലാം നോക്കുന്നു. അപ്പോൾ അവർ വിചാരിച്ചാണ് ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫായിരിക്കും എന്ന് കരുതി കാണും. എന്നെ കൂളായിട്ട് ഞാൻ കയറി അദ്ദേഹത്തിൻ്റെ ക്യാബിൻ വരെ ചെല്ലുന്നു. അവിടെ ക്യാബിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു 41 ഇഞ്ചിൻ്റെ ഒരു LED TV നമുക്ക് കാണാൻ പറ്റും. അതിൽ വാർത്ത ഇട്ടിട്ടുണ്ട്, കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്താണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാനൊന്ന് ചിന്തിച്ചതാണ്, കേരളത്തിൻ്റെ എല്ലാം ഇവിടെ നിന്നുകൊണ്ടാണ് നിയന്ത്രിക്കുന്നത്. അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് ഇവിടെ നിന്നാണ് ആളുകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ചാനലുകാർക്ക് അതിന് വലിയ പങ്കുണ്ടെന്നും എനിക്കന്ന് മനസ്സിലായി. ഉടൻ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞിട്ടൊരു ന്യൂസ്. അപ്പോൾ അടുത്ത് നിന്ന പേഴ്സണൽ സെക്രട്ടറി മറ്റവരോട് തോന്നി ചാനൽ മാറ്റാൻ പറഞ്ഞു. അടുത്ത ചാനൽ മാറ്റിയപ്പോഴും അത് തന്നെ പ്രതിപക്ഷത്തിൻ്റെ എന്തോ ഒരു ബഹളം, മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ളു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചാനൽ മാറ്റി. അവസാനം സിനിമ വെച്ചു. ഈ സമയത്ത് മുഖ്യമന്ത്രി ഇറങ്ങി വരുന്നു. അപ്പോൾ പേഴ്സണൽ സെക്രട്ടറി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനു വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മുഖ്യമന്ത്രി സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇല്ല സാർ പോകാൻ നിൽക്കുകയാണ്, പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഉടൻ തന്നെ മുഖ്യമന്ത്രി എന്നെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിന് ഞാൻ സാറിനൊരു അവതാരിക എഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുത്തുകാരനാണ് എന്ന് കരുതി കാണും. അദ്ദേഹം എന്നെ അകത്തോട്ട് കയറ്റി. അദ്ദേഹത്തിൻ്റെ ചെയറിൽ അദ്ദേഹം ഇരുന്നു. എന്നെ ഫ്രണ്ടിൽ കസേരയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, മോനെ ഇത് ഇത്രയും ഞാൻ അവതാരിക ഇത് വായിക്കാതെ അവതാരിക എഴുതണം. അവതാരിക എഴുതണമെങ്കിൽ ഞാനിത് ഫുള്ള് വായിക്കണം. സാധാരണ പലരും എനിക്ക് പുസ്തകം തരാറുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് യാത്രയ്ക്കിടയിൽ ഞാൻ ചിലതൊക്കെ നോക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ഫയലുകളാണ് നോക്കുന്നത്, സമയം കിട്ടില്ല. അപ്പോൾ എനിക്കത് മനസ്സിലായി, അദ്ദേഹം എപ്പോഴും എൻഗേജ്ഡാണ്. അവിടെ ഇരുന്നുകൊണ്ട് മറ്റേ കേസ് എന്തായി ഇതെന്തായി എന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു മനുഷ്യൻ ഫുൾ ടൈം ഭരണത്തിന് വേണ്ടി അങ്ങ് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വേറെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു മനുഷ്യനൊന്നും എനിക്ക് തോന്നിപ്പോയി. അതേ അങ്ങനെയാണ്, ഫയലുകൾക്കിടയിൽ ജീവിച്ച വ്യക്തിയാണ്. എപ്പോഴും ജനങ്ങൾ എപ്പോഴും ചുറ്റും ആൾ വേണം, അവിടെ പരാതി കേൾക്കണം, അങ്ങനെ ഒരു മൈൻഡ് അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. കാരണം ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് പുസ്തകമാവട്ടെ, എന്നിട്ട് എനിക്ക് കൊണ്ടുതരൂ, ഞാൻ വായിച്ചോളാം. പിന്നെ ഇതിൻ്റെ അവതാരിക നമുക്ക് അടുത്ത പുസ്തകത്തിന് എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ താങ്ക്സ് പറഞ്ഞ് എഴിച്ച ഉടനെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും ഒരു എഴുത്തുകാരനല്ലേ, എൻ്റെ ഒരു ഗിഫ്റ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്കൊരു പേന തന്നാൽ. ആ പേനയും കൊണ്ട് ഞാൻ നേരെ സന്തോഷത്തിൽ നെഞ്ചും പിരിച്ച് തന്നെ ഇറങ്ങി. അപ്പം പുറത്തിറങ്ങിയപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ എത്തി, എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു പുസ്തകം എഴുതാൻ വേണ്ടി സാറിനെ കൊണ്ട് അവതാരിക എഴുതാൻ വന്നതാണെന്ന് പറഞ്ഞു. എഴുത്തുകാരനാണല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് എഴുത്തുകാരനൊന്നും അല്ല. അപ്പോൾ ഞാൻ അന്ന് അഭിമാനത്തോടെ പറഞ്ഞാൽ അതെ ഞാൻ എഴുത്തുകാരനാണെന്ന്. അങ്ങനെ ഇറങ്ങി. പിന്നീട് അദ്ദേഹത്തെ പരിപാടിയിലൊക്കെ ചിലയിടത്ത് വെച്ച് കണ്ടു എന്നേ ഉള്ളൂ. പിന്നെ എപ്പോഴും വാർത്തകളിലൊക്കെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുള്ളൂ.
പിന്നീട് അദ്ദേഹത്തെ ഞാൻ അങ്ങനെ നേരിട്ട് കണ്ടേയിരുന്നില്ല. പിന്നെ അവസാനം അദ്ദേഹം മരണപ്പെട്ട സമയത്ത് നമ്മുടെ വിലാപയാത്ര, അദ്ദേഹത്തിൻ്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വെമ്പായം കന്യാകുളങ്ങരയിൽ വെച്ചാണ് കണ്ടത്. ഈ വല്ലാത്തൊരു ഫീലാണ് അദ്ദേഹത്തെ ഈ ബസ്സിൻ്റെ ഗ്ലാസിനകത്തൂടെ കണ്ടപ്പം. കാരണം അദ്ദേഹത്തെ പോലൊരു ആള് അവതാരിക എഴുതാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് പിന്നീട് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഇതാണ്. അദ്ദേഹത്തെ മിസ് ചെയ്യുന്നു. അദ്ദേഹം കേൾക്കാൻ എനിക്ക് ഒരുപാട് ഫയലുകൾ ബാക്കി വെച്ചു, കേൾക്കാൻ ഒരുപാട് കഥകൾ അദ്ദേഹം ബാക്കി വെച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അനുഭവമായി വരാം. നന്ദി, നമസ്കാരം.